മൊബൈലിൽ സാധാരണയായി കണ്ടുവരുന്ന റീസെൻറ്റ് ബട്ടൺ. ഈ റീസെൻറ്റ് ബട്ടൺ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാറ്? റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ അടുത്ത സമയത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ്, സെറ്റിങ്സ്, അതൊക്കെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നോരോന്നായിട്ട് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ക്ലോസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇതിനല്ലേ നമ്മൾ ഉപയോഗിക്കാറ്? എന്നാൽ ഈ റീസെൻറ്റ് ബട്ടണിൻ്റെ അകത്ത് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാത്തത് തന്നെയായിരിക്കും, അറിയുന്നതും ഉണ്ടാകും. ചിലപ്പോൾ പല സന്ദർഭത്തിലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഫീച്ചറുകളും ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ താഴ്ഭാഗത്ത് കാണുന്ന ഈ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻസ് ഇങ്ങനെ ഷോർട്ടായിട്ട് കാണാൻ സാധിക്കും. ആവശ്യമുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, ആവശ്യമില്ലാത്തത് നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇവിടെ ക്ലോസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കും. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തല്ലോ, ഇപ്പോൾ ആപ്ലിക്കേഷൻ കാണുന്ന ഭാഗത്ത് ഒരു 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അവിടെ ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അത് നമുക്ക് ചെറുതും വലുതുമാക്കിയിട്ട് സ്ക്രീനിൻ്റെ ഏത് ഭാഗത്തും കൊണ്ടുവെക്കാം, എന്നിട്ട് യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന് പുറമെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതും ഉപയോഗിക്കാം, ഇതും ഉപയോഗിക്കാം. കണ്ടോ, രണ്ടും വർക്ക് ചെയ്യും. നമുക്ക് ഒരു വിൻഡോയിൽ തന്നെ 2 ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലോസ് കൊടുക്കാം. ഇനി ഞാനിതാ ഇതിൽ നിന്നും ബാക്ക് വരികയാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ വീണ്ടും റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഷോർട്ടായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് വ്യൂ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പകുതിയായിട്ട് ഓരോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില മൊബൈലിൽ പകുതി ആ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാകും, പകുതിയിൽ മറ്റൊരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. എൻ്റെ മൊബൈലിൽ അങ്ങനെ കാണുന്നില്ല. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോഴാണ് പകുതിയായിട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. 2 ആപ്ലിക്കേഷൻസ് പകുതിയായിട്ട് നമുക്ക് സ്പ്ലിറ്റ് വ്യൂ രൂപത്തിൽ ഉപയോഗിക്കാൻ ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് സാധിക്കും. ഞാൻ ഇതിൽ നിന്ന് ബാക്ക് വരികയാണ്. ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കാം. അതിനായിട്ട് വീണ്ടും ഞാൻ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ആപ്ലിക്കേഷൻ്റെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ലോക്ക് എന്ന ഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് കൊടുക്കുമ്പോൾ എല്ലാം ക്ലോസ് ആവുമല്ലോ. എന്നാൽ ഏതെങ്കിലും ക്ലോസ് ആകണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 ആപ്ലിക്കേഷൻ, ഇപ്പോൾ യൂട്യൂബും വാട്സാപ്പും ഞാൻ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മറ്റൊന്നും ഞാൻ ലോക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് താഴെ കാണുന്ന ക്ലോസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, വാട്സാപ്പും യൂട്യൂബും ക്ലോസ് ആകുന്നില്ല. അതായത് നമ്മൾ ലോക്ക് ചെയ്തതുകൊണ്ട് അത് ക്ലോസ് ആകുന്നില്ല. ഓക്കെ, വീണ്ടും ഞാൻ ക്ലോസ് കൊടുക്കുകയാണ്. വീണ്ടും റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ അവിടെ തന്നെ ഉണ്ടാകും. ലോക്ക് ചെയ്യാത്ത ആപ്ലിക്കേഷൻ മാത്രമാണ് ക്ലോസ് ആയി പോവുക. ലോക്ക് ചെയ്തത് ആ ഒരു റീസെൻറ്റ് ബട്ടണിൽ അങ്ങനെ തന്നെ കിടക്കും. വീണ്ടും ക്ലോസ് ചെയ്യാണ്. വീണ്ടും റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ആ ആപ്ലിക്കേഷൻ അവിടെ തന്നെയുണ്ട്. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺലോക്ക് കൊടുത്താൽ മാത്രമാണ് മൊത്തത്തിൽ ക്ലോസ് ചെയ്യുമ്പോൾ അതും കൂടി ക്ലോസ് ആകുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഇവിടെ ലോക്കിൽ ഇടേണ്ടത്. ഇപ്പോൾ ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് ലോക്കിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ലോക്കിൽ ഇട്ട് കഴിഞ്ഞാൽ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലോസ് കൊടുക്കുമ്പോൾ ഈ നമ്മൾ ഓൺ ചെയ്ത ആപ്ലിക്കേഷൻ ഒരിക്കലും ക്ലോസ് ആകുകയില്ല. ഓക്കെ, പിന്നെ സ്വൈപ്പ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്താൽ മാത്രമേ അത് ക്ലോസ് ആകുകയുള്ളൂ. ഓക്കെ, ഇനി അതിന് പുറമെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഹൈഡ് കണ്ടന്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ യൂട്യൂബിൻ്റെ മാത്രമേ കാണുന്നുള്ളൂ, വാട്സാപ്പിൻ്റെ കാണുന്നില്ല. ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാണ്. വീണ്ടും റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ആ സംഭവങ്ങളൊക്കെ ഹൈഡായി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഷോ കണ്ടന്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വാട്സാപ്പിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റീസെൻറ്റ് ബട്ടണിൻ്റെ അകത്തും ഇങ്ങനെ ഒരുപാട് രഹസ്യ ഫീച്ചറുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, റീസെൻറ്റ് ബട്ടണിൽ ഞാൻ ഈ കാണിച്ച ഫീച്ചറുകൾ പല മൊബൈലിലും പല രൂപത്തിലുമായിരിക്കും ഉണ്ടാകുക. എന്നാലും ഞാൻ ഈ കാണിച്ച ഫീച്ചറുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.